സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എ സക്കീർ ഹുസൈൻ, കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ബിനു പി ബോണി, ഞാൻ പബ്ലിക് റിലേഷൻസ് കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എ സക്കീർ ഹുസൈൻ, വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡോക്ടർ ബിനു പി ബോണി, പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ സുലജ ഓവർ. നമ്മുടെ മേളയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഞങ്ങളുടെ രജിസ്ട്രാർ സക്കീർ സാർ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ ചുരുക്കി പറയാം, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. നിങ്ങൾ തിരക്കുള്ള ആൾക്കാരാണ്, എല്ലാവരും തിരക്കുള്ളതുകൊണ്ട്. നമ്മൾ ഫെബ്രുവരി 18 മുതൽ 22 വരെ ദക്ഷിണ മേഖല കാർഷിക മേള, ദക്ഷിണേന്ത്യയുടെ കാർഷിക മേളയാണ് 2026. അത് ഫെബ്രുവരി 18 മുതൽ 22 വരെ സംഘടിപ്പിക്കുകയാണ്. കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനത്ത് വെച്ചാണ്, ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചായത് വെള്ളാണിക്കര വെച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നത്. 2014 ശേഷം ആദ്യമായാണ് ഈ മേള ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതായത് ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വെച്ചാണ് ഓരോ വർഷവും നടത്തിപ്പോരുന്നത്. ഈ വർഷം അത് കേരളത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ആ മേളയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 18 തുടങ്ങുമെങ്കിലും 19 തീയതി ഔദ്യോഗികമായി അത് ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ വിവിധ MLA-മാർ, മറ്റ് വിവിധ കാർഷികവും മേഖലയുമായി ബന്ധപ്പെടുന്ന വിദഗ്ധർക്ക് പങ്കെടുക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്കും കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ വിജ്ഞാനത്തിനും വിനോദത്തിനും ഉതകുന്ന തരത്തിൽ നിരവധി എക്സിബിഷൻ സ്റ്റാളുകൾ, ഏകദേശം 300ഓളം സ്റ്റാളുകൾ ഇപ്പോൾ സജ്ജമായി വരുന്നുണ്ട്. ഞങ്ങൾ 200 ആയിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. പക്ഷേ വളരെയധികം നമുക്ക് ആവശ്യക്കാർ വരികയും 300-ലധികം സ്റ്റാളുകളുണ്ട്. വിവിധ മറ്റ് പ്രദർശനങ്ങളുണ്ട്. അതുപോലെ സാങ്കേതിക വിദ്യകളുടെ ലൈവായിട്ടുള്ള പ്രദർശനങ്ങളുണ്ട്. ഫാം ടൂറുകളും പ്രകൃതി സവാരിയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ സെമിനാറുകൾ, സാങ്കേതികമായ സെമിനാറുകളും കർഷകർക്കായിട്ടുള്ള സെമിനാറുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധതരം മത്സരങ്ങളുണ്ട്. കുട്ടികൾക്കായിട്ടും യുവജനങ്ങൾക്കുമുള്ള മത്സരങ്ങളുണ്ട്. ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത് തന്നെ സ്മാർട്ട് കൃഷി എന്നുള്ളത്, അതായത് ഭാവിയിലേക്കുള്ള കൃഷി എന്നുള്ള തരത്തിൽ സ്മാർട്ട് സാങ്കേതിക വിദ്യകളിലൂടെ കൃഷി എങ്ങനെ മികവുറ്റതാക്കാം എന്നുള്ളത് യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്ന തരത്തിലാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. അതിൽ എല്ലാവരുടെയും സഹകരണം, നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും പൊതുജനങ്ങൾക്കുള്ള കർഷകർക്കുള്ള ഒരു പരിപാടി എന്നുള്ള നിലയിൽ വളരെയധികം കവറേജും നൽകണം എന്നുള്ള അഭ്യർത്ഥനയാണുള്ളത്. ഫ്രീ ആണ്, എല്ലാം സൗജന്യമാണ്. ഓരോ ഇയറിലെ ഓരോ ടാർഗറ്റ് ഉണ്ടാവും, പുതിയ ഇൻവെൻഷൻ വിജ്ഞാനങ്ങളും അതും ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാറുണ്ടെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് നമുക്ക്, കാരണം നമുക്കൊരു വിത്തിന് ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഇനത്തിന് ഒരു ടാർഗറ്റ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു തെങ്ങിനൊരു ഇനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് വർഷങ്ങളോടുള്ള പ്രയത്നത്തിലായിരിക്കും ഒരു വിളയുടെ ഇനം വരുന്നത്. ഒരുപക്ഷെ ഞാൻ ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഒരു വിളയിൽ ഒരു ഇനം തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ശേഷം വരുന്നവർക്കായിരിക്കും അത് പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ടൊരു നീണ്ട ഒരു തപസ്യയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിളയുടെ ഇനം എന്ന് പറയുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള നെല്ലിനങ്ങൾ, അതിലുള്ള ഇനങ്ങൾ തീർച്ചയായും ഉണ്ടായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ സ്ഥാപിത തലത്തിൽ തന്നെ നമ്മൾ 23-ലധികം ഇനങ്ങൾ റിലീസ് ചെയ്യുകയുണ്ടായി. അപ്പൊ അത് തന്നെ അത് കുറെ വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ തരാം. സ്ഥാപനങ്ങളാണ് കൂടുതൽ, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ലക്ഷദ്വീപ് തുടങ്ങിയ തെലങ്കാന, എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും സ്ഥാപനങ്ങളാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. എല്ലാം ഉണ്ട്. കമേഴ്സ്യൽ സ്റ്റാളുകളുണ്ട്, എക്സിബിഷന് വേണ്ടിയിട്ടുള്ള മറ്റ് അതായത് സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകളുണ്ട്, എല്ലാം ഉണ്ട്. തീർച്ചയായും നമ്മൾ കഴിഞ്ഞ 2014 നടത്തിയതും അവിടെ വെച്ചായിരുന്നു. ധാരാളം ഫുട്ബോൾ
എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കൃഷിഭവനുകൾ വഴിയും അല്ലാതെയുള്ള FPO വഴിയും SH വഴിയും നമ്മുടെ ഈ പറയുന്ന ആത്മ വഴിയും ഒക്കെയുള്ള ഇൻവിറ്റേഷൻസ് പോയിട്ടുണ്ട്. രാവിലെ 10:30 ഓപ്പൺ ആവും. വൈകുന്നേരം 9 മണി വരെ സ്റ്റാളുകൾ പ്രവർത്തിക്കും. മറ്റ് സെമിനാറുകളൊക്കെ സമയബന്ധിതമാണ്. പ്രൈവറ്റുകൾ ചുരുക്കം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കമേഴ്സ്യലായിട്ടുള്ള നമ്മൾ പേയ്മെന്റ് ബേസിൽ സ്റ്റാളുകൾ കൊടുക്കുന്നത് ചുരുക്കം. എത്ര പേരെത്തുന്നതാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഒരു ദിവസം കുറഞ്ഞത് 10,000 ടാർഗറ്റ് ചെയ്യുന്നു. അതിന് മേളിൽ പോകാം. മൊത്തം 50,000 മുതൽ 1,00,000 വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി ഓപ്പൺ ചെയ്തുകൊണ്ട് കൊടുക്കുക. അതെ, പബ്ലിക്കിന് ആക്സസിബിൾ ആണ്. ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ വരുന്നവർക്ക് സമയം ചെലവഴിക്കാം. സ്കൂളുകളിൽ നിന്നും മറ്റുമൊക്കെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ബേർഡ് വാച്ചിങ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മണ്ണുത്തിയ വിജ്ഞാന വ്യാപന കേന്ദ്രത്തിന്റെ ഡ്രൈ ആയിട്ടുള്ള കിടക്കണം കൂടുതൽ അല്ല, മണ്ണുത്തി അത് വിജ്ഞാന വ്യാപന കേന്ദ്രമാവില്ല. ഓപ്പോസിറ്റുള്ള വെറ്റിനറി കോളേജ് ആവും. കാരണം നമുക്ക് മണ്ണുത്തി വിജ്ഞാന വ്യാപന കേന്ദ്രത്തിലാകെ വളരെ സെന്റുകളേ ഉള്ളൂ. മറ്റേ നമ്മുടെ ഭാഗത്തല്ല, അത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലാണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാറിയത്. രണ്ടുമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതിക സെമിനാറുകൾ ഉൾപ്പെടെ സാങ്കേതിക സെമിനാറുകൾ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ കൺസെപ്റ്റിൽ അക്കാഡമിക് ആയിട്ടുമുണ്ട്. കർഷകരുടെ ഒരു ഉദ്ദേശിച്ചുകൊണ്ടുള്ള സെമിനാറുകളുമുണ്ട്. അതുപോലെ എക്സിബിഷൻസും അതുപോലെ തന്നെയാണ്. കർഷകർക്ക് അവരുടെ ഫീൽഡ് ലെവലുള്ളതുണ്ട്, അക്കാഡമിക് ലെവലിലുള്ള ഒരു പെർസ്പെക്റ്റീവിലും ഇത് ചെയ്യുന്നുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ പ്രവേശനം 10:30 തുടങ്ങും. അതായത് അത് അപ്പോൾ സ്പോട്ട് രജിസ്ട്രേഷൻ ആണ്. അത് മുന്നിൽ തന്നെ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. അല്ല, അവിടെ ഗൈഡുകൾ ലഭ്യമാണ്. ഓരോ സോണായിട്ട് തിരിച്ച് വിദ്യാർത്ഥികളും റിസർച്ച് സ്കോളേഴ്സും ഒക്കെ അവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ തൽക്കാലം ഇതിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം അത് ഓപ്പൺ ആയി എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന തരത്തിൽ വിസിറ്റിംഗ് സാധ്യമാണ്. കുറെ അധികം ഉണ്ട്. അതായത് കുറച്ച് മെഷീനറീസ് ഉണ്ട്. ഞാൻ അതിന്റെ ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഞങ്ങൾ ഇതെല്ലാം കൂടി ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഇതെന്തൊക്കെ ഉണ്ട് ഫ്രണ്ട് ലൈൻ എക്സ്റ്റൻഷൻ. നമ്മൾ അല്ലാതെ ടോട്ടൽ ഫീൽഡ് ലൈൻ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ്, കൃഷി വകുപ്പ്, കൃഷിഭവൻ വഴിയാണ്. അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ധർമ്മവും പ്രധാനപ്പെട്ട കീ ഫാമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന ധർമ്മവുമാണ് നമ്മൾ ചെയ്യുന്നത്. അത് കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗം, അതുപോലെ തന്നെ നമ്മുടെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പ്ലസ് നമ്മുടെ ഓരോ ബ്ലോക്കിലും ബ്ലോക്ക് ലെവൽ അഗ്രികൾച്ചർ നോളജ് സെന്ററുകളുണ്ട്. അതിൽ അതാത് ബ്ലോക്കുകളിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ ഒരു സബ്ജക്ട് കൂടി ആക്കിക്കൊണ്ട് ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ കൃഷി വകുപ്പ് എന്നാണ് അത് കർഷകരിലേക്ക് എത്തുന്നത്.